ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ നോമ്പുകാലത്തിലൂടെ കടന്നു പോവുകയാണ്. പരിത്യാഗ പ്രവർത്തികളുടെയും തിരിഞ്ഞോട്ടത്തിൻ്റെ ഒരു കാലഘട്ടമായാണല്ലോ നാം ഈ നോമ്പുകാലത്തെ കാണുന്നത്. കുറേ പരിഹാര പ്രവർത്തികളുടെയും ഉപേക്ഷകളുടെയും എന്തൊക്കെയോ വേണ്ടാന്ന് വെക്കലുടെയൊക്കെ ഒരു കാലഘട്ടമായാണ് നാം ഈ നോമ്പുകാലത്തെ കാണുന്നത്. എന്നാൽ ഒരു ചുരുങ്ങിയ കാലഘട്ടത്തിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്നതാണോ നമ്മുടെ ഈ വേണ്ടാന്ന് വെക്കലുകളൊക്കെ? വെറും ഉപേക്ഷകളിൽ മാത്രം ഒതുങ്ങിപ്പോവുകയാണോ നമ്മുടെ നോമ്പാചരണം? ഇതാണോ തമ്പുരാൻ കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? എന്നാൽ ഒരൊറ്റ കാര്യം മാത്രമേ ഈ നോമ്പുകാലത്ത് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നുള്ളൂ: ബി വിത്ത് ഹിം, അവനോട് കൂടെയായിരിക്കുക. അന്ന് ഗെത്സമീൻ തോട്ടത്തിൽ അവൻ പ്രാർത്ഥിച്ചിരുന്നപ്പോൾ ശിഷ്യന്മാരിൽ നിന്ന് ആവശ്യപ്പെട്ടതും ഈ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ: 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് എൻ്റെ കൂടെ ആയിരുന്നു കൂടെ. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പുകാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കർത്താവുമായി ഒരു നിരന്തര കോണ്ടാക്റ്റ്, ഒരു ആഴമായ ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കണം. ക്രിസ്തുവുള്ള ക്രിസ്ത്യാനി ആയിരിക്കാനാണ് ഈ നോമ്പുകാലം നമ്മോട് ആവശ്യപ്പെടുന്നത്. മിക്ക പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ വിനീതമായി ചരിക്കുക. അതല്ലാതെ മറ്റെന്താണ് തമ്പുരാൻ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? നിരന്തരമായ പ്രാർത്ഥനാ ചൈതന്യവും സഹോദര സ്നേഹവും ആത്മപരിത്യാഗവും പുലർത്തി ഈ നോമ്പുകാലം നമുക്ക് ഫലദായകമാക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.